This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. Kerala State Karshaka Tholazhali Union, Senior Citizen Forum, വിധവ സംഘടന, NRG തൊഴിലാളി കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുപുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ സമരം KB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M നാരായണൻ, K കുഞ്ഞികൃഷ്ണൻ, RK പത്മനാഭൻ, P സന്തോഷ്, ദിലീഷ് KS എന്നിവർ സംസാരിച്ചു. വളരെ ദുരിതപൂർണമായിട്ട് ജീവിതത്തിനിടയിൽ ഈ പെൻഷൻ കൈപ്പറ്റുന്നവരായിട്ട് ഇങ്ങനെ സമൂഹത്തിനകത്ത് വലിയ ദുരിതമനുഭവിക്കുന്ന, വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തിന്റെ എല്ലാം ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഈ പെൻഷൻ ആവശ്യമുള്ളവർക്ക് വീട്ടിലെത്തിക്കത്തക്ക നിലയിലേക്കുള്ളൊരു സംവിധാനം ഒരുക്കാൻ വേണ്ടി പിണറായി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഇവിടെ മുമ്പോട്ട് പോകും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പോഴും വീട്ടിലേക്ക് പെൻഷൻ എത്തുന്ന നിലക്കുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ബാങ്കിലേക്ക് വേണ്ടവർക്ക് ബാങ്കിൽ അത് നിലക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ പെൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആ പെൻഷൻ വീട്ടിലെത്തിക്കാൻ തക്ക ഭാഗത്തിലുള്ള സംവിധാനമൊരുക്കി അത് അതാത് മാസം അവിടെ കയ്യിലേക്ക് എത്തിക്കുന്ന നിലക്കുള്ള നിലപാടാണ് ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ചു വന്നിരുന്നത് എന്ന് കാണാൻ വേണ്ടി. അതിലാണ് മാറ്റം വരുത്താൻ വേണ്ടി ഇപ്പോൾ BD സതീശൻ ഗവൺമെന്റ് പുറപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടി. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഈ പെൻഷൻ ഇങ്ങനെ വീട്ടിൽ പടിപടിയായിട്ട് ഈ സംവിധാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ഇതൊരു അവകാശമല്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനം തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും, അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ തരുമെന്ന് പറയുന്ന നിലയിലേക്കല്ല മാറും. ആ പണമുണ്ടെങ്കിൽ തരുന്നതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 10 വർഷത്തിനപ്പുറം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷന്റെ അവസ്ഥ 18 മാസത്തെ കുടിശ്ശിക അവിടെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് അധികാരം. ആ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഈ പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ട വർധനവ് ഉൾപ്പെടെയുള്ള സംഖ്യയെല്ലാം പൂർണ്ണമായിട്ടും പിണറായി നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് ഇവിടെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അത് അപ്പോൾ മാത്രമുള്ള അനുഭവമല്ല. അതിനുമുമ്പ് സാക്ഷാൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ 28 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പെൻഷൻ യഥാസമയത്ത് കൊടുക്കുക എന്ന് പറയുന്നൊരു നിലപാട്, അതൊരു നയത്തിന്റെ ഭാഗമാണ്. UDF ഗവൺമെന്റ് അല്ലെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിന്റെ ഭാഗമാണ്. ഇങ്ങനെ പോകാൻ വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് LDF-നായാലും LDF നേതൃത്വം കൊടുക്കുന്ന CPM-നായാലും ഉള്ളത് എന്ന് കാണാൻ പറ്റും. പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് പണമെത്തുമ്പോഴാണ് സമൂഹം ഒരു സജീവമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുക. അപ്പൊ ആ സജീവമായിട്ട് സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തക്ക നിലയിൽ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് ഉൾപ്പെടെ പണം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുമ്പോഴാണ് നമ്മുടെ കമ്പോളം ശക്തിപ്പെടുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കുറെ കൂടി മുന്നോട്ട് നയിക്കാൻ സഹായകമാകുന്ന നിലക്കുള്ളൊരു നിലപാടിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് Excel, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.